ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മുടെ സുപ്രീം കോടതി ഒരു വലിയ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ വിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല പല ലൂപ്പ് ഹോൾസിനെയും തടുക്കുന്ന ഒരു വിധിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ പണ്ട് മുതലേ ഈ കേൾക്കുന്നതാണ്, ഈ ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾ കൊണ്ടാണ് മറ്റു മതങ്ങളിലേക്ക് പല ആൾക്കാരും ചേക്കേറിയത് ചരിത്രാതീത കാലം തൊട്ടേ. കാരണം ഭയങ്കരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള അസമത്വങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉള്ള ഒരു മതമായിരുന്നു ഹിന്ദു മതം. ഇതൊന്നും ആരും നിരസിക്കുന്ന കാര്യമല്ല. ചരിത്രമുണ്ട്, ചരിത്ര രേഖകളുണ്ട്. പോരാത്തതിന് ഇത് ഈ മതത്തിന്റെ ഒരു പ്രത്യേകതയാണെന്നും പറയാൻ സാധിക്കില്ല, മറിച്ച് ഇവിടെയുള്ള മനുഷ്യരുടെ പ്രത്യേകതയാണ് എന്നും നമുക്ക് പറയാൻ സാധിക്കും. അതിപ്പോ മതമല്ല, ഏത് മേഖലയിലെടുത്ത് നോക്കിയാലും അവിടെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പല ആൾക്കാരും മതം മാറി. ചില ആൾക്കാർ ക്രിസ്ത്യാനികളായി മാറി, ചില ആൾക്കാര് മുസ്ലിങ്ങളായി മാറി. അങ്ങനെ പല രീതിയിലേക്ക് ആൾക്കാർ ചിന്നിച്ചെതറി പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴെന്താണ് പ്രശ്നം? അവിടെ ചെന്നപ്പോ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദളിത് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഏതാണ് ഈ ദളിത് ക്രിസ്ത്യൻസ് എന്ന് നമ്മൾ ചോദിക്കില്ലേ, ഇത് ഏതാണ് ഈ വിഭാഗം എന്നുള്ള രീതി? കാരണം അവിടെ മതം മാത്രമല്ലേ ഉള്ളൂ, ജാതി ഇല്ലല്ലോ. ഇപ്പൊ മുസ്ലിംസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അവർ നിരന്തരം പറയുന്ന കാര്യമാണ് ജാതി ഇല്ല എന്നുള്ളൊരു സംഭവം. ഇവിടെ ജാതി ഇല്ല. പക്ഷെ നമ്മൾ ഉത്തർപ്രദേശിൽ നോക്കിക്കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥിനെ എടുത്ത് തോളത്ത് വെക്കുന്നത് അവിടെയുള്ള ദളിത് മുസ്ലിംസ് ആണ്. ദളിത് മുസ്ലിംസിന് യോഗി വന്ന ശേഷമാണ് എന്തെങ്കിലും കിട്ടി തുടങ്ങിയത് എന്നാണ് ഇവർ പറയുന്നത്. അടിച്ചമർത്തപ്പെട്ട വിഭാഗമായിരുന്നു എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പലപ്പോഴായിട്ട് പല തവണ ബിജുചേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് ഈ ദളിത് ക്രിസ്ത്യൻസിന് ഞങ്ങൾക്ക് സംവരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഇവർ തുടങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതി ഇന്ന് ആ പ്രക്ഷോഭത്തിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പരിഗണിക്കുകയും ഇവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി, അത് വളരെ നിശിതമായി ഇവരെ വിമർശിച്ചുകൊണ്ടുള്ള മറുപടിയാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സംവരണവും ഇല്ല, ഒരു കോപ്പും ഇല്ല, എടുത്തോണ്ട് പോടാ എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ബിജുചേട്ട അവരോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവും. ഇതിന്റെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചത് ഒരു പാസ്റ്റർ ചിന്താട് ആനന്ദ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ കേസിനകത്തൊരു കൗതുകമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് ചർച്ച ചെയ്യാനെടുത്തത്. സുപ്രീം കോടതി വിധിക്കാത്തൊരു പുതുമയുമില്ല. പലവട്ട സുപ്രീം കോടതിയും ആന്ധ്ര ഹൈക്കോടതിയും ഒക്കെ ഈ വിധി സമാനമായ വിധി തന്നെ പറഞ്ഞതാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ബുദ്ധമതക്കാർക്കും അതിലുള്ള പിന്നോക്കക്കാർക്കും മാത്രമാണ് ഈ പറയുന്ന SC/ST സംവരണം ഉള്ളത്, ഇല്ലെങ്കിൽ ആ പരിരക്ഷ ഉള്ളത്. അപ്പോൾ 2025 ഒരു കോടതി വിധി വന്നു, ആന്ധ്ര കോടതി വിധി. അതിനെതിരെ ഒരു അപ്പീൽ സുപ്രീം കോടതിയിൽ ഈ പാസ്റ്റർ ചിന്താട് ആനന്ദ് നൽകുന്നു. കേസ് എന്താന്ന് ചോദിച്ചാൽ, ചിന്താട് ആനന്ദിനെ ഒരു പറ്റം ആളുകൾ ആക്രമിച്ചു. പിന്നോക്കക്കാരനായ ഷെഡ്യൂൾഡ് കാസ്റ്റായ എന്നെ ആക്രമിച്ചു. അപ്പൊ ഈ നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റിന്, ഒരു ഷെഡ്യൂൾഡ് ട്രൈബ്സിനും നമ്മുടെ രാജ്യത്ത് സംവരണം മാത്രമല്ല ഉള്ളത്, അവർക്ക് അവിടെ ഒരു പരിരക്ഷയുണ്ട്. കാരണം പട്ടികജാതി വർഗക്കാർക്ക് നടന്ന അതിക്രമങ്ങൾ പ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗം കൂടിയാണ് അവര്. അത് വെച്ചിട്ടാണ് കേസ് കൊടുത്തത്. ഈ കേസ് ആന്ധ്ര ഹൈക്കോടതി തള്ളി. അവര് പറഞ്ഞത്, നിങ്ങൾ അതിന് ഹിന്ദു അല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പട്ടികജാതിക്കാരനാകാൻ പറ്റുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നത്? ഇതിന്റെ ഒരു കേസാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. അവിടെ ചെന്നപ്പോഴത്തേന് ഈ കേസിന്റെ രസം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ആയിട്ടുള്ള അക്രമം, അടിപിടി ഉണ്ടായത്, ഈ അടിപിടി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രാർത്ഥന നടത്തുന്ന ഹാളിലായിരുന്നു അടിപിടി ഉണ്ടായത്. അതാണ് അതിലും വലിയ കോമഡി. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചത്, 25 വർഷമായിട്ട് താങ്കൾ ക്രിസ്തുമതം സ്വീകരിക്കുകയും ക്രിസ്തീയ വിശ്വാസിയായി ജീവിക്കുകയും ചെയ്യുകയും പിന്നീട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ താങ്കൾ പെട്ടെന്ന് തന്നെ അത് SC/ST സംവരണത്തിന് SC/STയുടെ ആനുകൂല്യമായ, ഇല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന വകുപ്പ് തനിക്ക് അതിന്റെ ആനുകൂല്യം പേരണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഒരു ആള് ഒരു വിശ്വാസം വിട്ട് മറ്റൊരു വിശ്വാസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അയാളെ ഇതിൽ കൂട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം ഹിന്ദു മതത്തിലേക്ക്, ഈ SC/ST വിഭാഗത്തിലേക്ക് തിരിച്ചു വരാം. ജസ്റ്റിസുമാരായ PK മിശ്രയും NG അഞ്ചരിയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് പറയുന്ന കാര്യം, ഇതിന്റെ ഇവിടെ കേരളത്തിലടക്കം ഈ ദളിത് ക്രൈസ്റ്റർ എന്ന് പറഞ്ഞിടത്ത് ഒരുപാട് പെന്തിക്കോസ് സഭകൾ ഇതിന് സമരം നടത്തുന്നുണ്ട്. ഇവർ ഏറ്റവും കൂടുതൽ മതം മാറ്റിയിരിക്കുന്നത് പിന്നോക്ക വിഭാഗത്തിനെയാണ്. ഈ പിന്നോക്ക വിഭാഗം എന്ന് പറഞ്ഞാൽ SC/ST വിഭാഗത്തിന്, ഈ വിഭാഗത്തിനെ മാറ്റിയിട്ട് ഇവരുടെ പേരോ അഡ്രസ്സോ ഡീറ്റെയിൽസോ മാറ്റത്തില്ല, പകരം ഇവരെ പ്രാർത്ഥനയ്ക്കുണ്ടാവും. അതാണ് സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരാൾ വിശ്വാസിയായി മാറിയാൽ അയാൾക്ക് സംവരണത്തിന് അവകാശമില്ല. അതായത് ഇന്ത്യൻ ഭരണഘടന അത് പറയുന്നില്ല, തരാനും കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മതം മാറി എല്ലാവരും പോയാൽ പോരെ. ഈ ഗർവാപ്പസ് എന്തുകൊണ്ടാണ് ഇപ്പൊ സക്സസ് ആയി മാറുന്നത് ഈ രാജ്യത്തെന്നറിയാവോ? ഈ പോയവരൊക്കെ തിരിച്ചു വരിക, കാരണം ആനുകൂല്യം വേണ്ടേ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ആനുകൂല്യമില്ല.
ഈ മറ്റുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ക്രിസ്തീയ വിഭാഗം, ഈ പെന്തക്കോസ് വിഭാഗത്തിലെ ഇവാഞ്ചലിസ്റ്റുകൾ ചെയ്യുന്നത് ഈ ഗോത്രവർഗ്ഗക്കാരെയും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെയും അവരുടെ വിശ്വാസത്തിലേക്ക് എടുക്കുന്നു. ശരിയാണ്, ഹിന്ദുമതത്തിലെ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാനാണല്ലോ ഇവർ കൊണ്ടുപോകുന്നത്. എന്നാൽ പിന്നെ എന്തിനാണ് ഈ പട്ടികജാതി സംവരണത്തിന് വേണ്ടിയിട്ട് ആ പാവങ്ങളെ റോഡിലിറക്കി പ്രകടനം നടത്തുന്നത്? നിങ്ങൾ കൊണ്ടുപോകുന്നവരെ രക്ഷിക്കാനല്ലേ, എങ്കിൽ നിങ്ങൾക്ക് അവരെ രക്ഷിച്ചുകൂടെ? അതെന്താണ് അവർക്ക് രക്ഷിക്കാൻ കഴിയാത്തത്? അപ്പൊ അവരുടെ രക്ഷ ഇവരെ കൊണ്ടുപോയി രക്ഷിക്കുക എന്നുള്ളതല്ല, കൊണ്ടുപോകുന്നവന്റെ രക്ഷയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ഗർഭാപ്പസി നടക്കുന്നതിന്റെ കാരണം പോയവനാണ് തിരിച്ചു വരുന്നത്. അതാണ് സംഭവം. അതാണ് നമ്മൾ പറയുന്ന കാര്യം. പണ്ട് മുതലേ പറയും, ഇത് കുറച്ചു പേർക്ക് ഇത് കച്ചവടമാണ്. ഇത് പുറത്തുനിന്ന് വരുന്ന ഈ മതം മാറ്റി ആളുകളുടെ എണ്ണം കാണിച്ച് പുറത്തുനിന്ന് വരുന്ന ഫണ്ടായിരുന്നു. ഇപ്പൊ ആ ഫണ്ടൊക്കെ നിർത്തി. ഇനി ഒരു കിടിലൻ നിയമം കൂടെ വരുന്നുണ്ട്. അതിപ്പോ മന്ത്രിസഭ അംഗീകാരം കൊടുക്കുക. അപ്പൊ അതെന്താന്ന് വെച്ചാല് പുറത്തുനിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന NGO-കൾ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ ഇപ്പൊ 25,000 NGO-കളെ, അതിൽ ഹിന്ദു സംഘടനകളുടെ NGO-കളും ഉണ്ട്, 25,000 NGO-കളുടെ ലൈസൻസ് റദ്ദ് ചെയ്തിരിക്കുക FRC. അപ്പൊ ആ റദ്ദ് ചെയ്ത സംഘടനകളുടെ സ്വത്തുവകകൾ കൂടി കണ്ടുകെട്ടും എന്നുള്ള നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് മുൻകാല പ്രാബല്യം വന്നാൽ കേരളത്തിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഇത്തരം നവസഭക്കാരുടെ അടക്കമുള്ള പല കെട്ടിടങ്ങളും കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് ഇരിക്കും, സർക്കാരിലേക്ക് പോകും. അത് അധികം താമസമൊന്നുമില്ല, ഒരു 6 മാസം കൊണ്ട് സംഭവിക്കാവുന്ന കാര്യമാണ്. കാരണം ഓൾറെഡി അവരുടെ കയ്യിൽ ഇരിക്കുകയാണല്ലോ ഇതിന്റെ ഡീറ്റെയിൽസ്. ഇനിയിപ്പോ ആ കെട്ടിടം ഒന്നുകിൽ ഇവർക്ക് ഇടിച്ചു കളയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കെട്ടിടം പിടിച്ചെടുക്കത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ സ്ഥലം ഉൾപ്പെടെ അവർ കൊണ്ടുപോകും. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോ എത്രാമത്തെ തവണയാണ് സുപ്രീം കോടതി പറയുന്നത് നിങ്ങൾക്ക് സംവരണമില്ല, സംവരണം തരാൻ കഴിയില്ല. ഇനി ഇവർ സമരം, അതായത് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇവർ പറ്റിക്കുന്നത് എന്താണെന്നറിയാം. നിങ്ങൾ BJP-ക്കെതിരെ വോട്ട് ചെയ്യണം, സംഘപരിവാറിനെതിരെ വോട്ട് ചെയ്യണം, കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംവരണം കിട്ടില്ല എന്നാണ് ഈ പാവങ്ങളെ പറ്റിക്കുന്നത്. ഇനി BJP ഈ രാജ്യത്ത് അധികാരത്തിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സംവരണം കിട്ടില്ല. ഈ ഭരണഘടനയിൽ അങ്ങനെ ഒരു വകുപ്പില്ലാത്തടത്തിന് എവിടെയാണ് സംവരണം തരുന്നത്? പിന്നെ ഇവരെ ഇങ്ങനെ തെരുവിലിറക്കാം. ഇത് കണക്ക് ഈ മണിപ്പൂർ അടക്കമുള്ളത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇവരെക്കാൾ വലിയ വിഭാഗം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഈ രാജ്യം പിടിച്ചടക്കും, കത്തിക്കും, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവരിന്ന് എവിടെ പോയി? ഇല്ല. അതിന്റെ പകുതി പോലും ഇല്ലാത്ത ഇവരാണ് ഇപ്പോൾ ഈ രാജ്യം മുഴുവൻ പിടിച്ചെടുത്ത് 2047 ആകുമ്പോഴേക്കും ഇത് ക്രിസ്തീയ രാജ്യമാക്കാൻ കുറെ ഫാൾസ് ആയിട്ടുള്ള, കുറെ അബദ്ധജടിലമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങൾ ഈ പാവപ്പെട്ട ഇവർക്ക് കൊടുക്കും. എനിക്ക് കോമഡി ആയിട്ട്, നിങ്ങൾ ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കും പട്ടിണികളിൽ നിന്നും രക്ഷിക്കാനാണല്ലോ ഇവരെ കൊണ്ടുപോകുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സംവരണത്തിന് വേണ്ടി ഈ പാവങ്ങളെ തെരുവിലിറക്കുന്നത്, ഈ പാവങ്ങളെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കൊണ്ടിരുത്തുന്നത്, ഈ പാവങ്ങളെ ഈ വിഡ്ഢിവേഷം കെട്ടിക്കുന്നത്, പോലീസിന്റെ ലാത്തിക്ക് അടിവാങ്ങി കൊടുക്കുന്നത്? അപ്പൊ നിങ്ങൾ രക്ഷിക്കാൻ അല്ലായിരുന്നല്ലോ കൊണ്ടുപോയത്, നിങ്ങൾക്ക് ഇവരെ കൂട്ടണമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവരെ സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ ഇവർക്ക് ഈ രാജ്യം കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ തിരികെ വേണം. അതായത് നിങ്ങളുടെ മതത്തിൽ നിൽക്കുകയും വേണം, ആനുകൂല്യം ഇവിടെ കിട്ടുകയും വേണം. അതൊന്നും ഈ നാട്ടിൽ നടപ്പുള്ള കാര്യമല്ല എന്നുള്ളത് തലയ്ക്ക് അല്പമെങ്കിലും വെളിവുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഒരു പരിരക്ഷയും കിട്ടില്ല. നിങ്ങൾക്ക് സാധാരണ പൗരനുള്ള പൗരുഷമായി മാത്രമേ നിങ്ങൾക്കുള്ളൂ. SC/ST വിഭാഗത്തിന് കിട്ടുന്നത് SC/ST വിഭാഗത്തിന് അവകാശപ്പെട്ട കാര്യങ്ങളാണ്. അത് ആ മതത്തിൽ നിന്ന്, ആ ആചാരത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് ആനുകൂല്യമുള്ളത്. ആ ആചാരത്തിൽ നിന്ന് നാളെ ഒരുത്തം പോയി സിഖുകാരനായി കഴിഞ്ഞാൽ സിഖുകാർക്കും ഉണ്ട്, സിഖുകാരുടെ പിന്നോക്ക വിഭാഗത്തിനും കൊടുക്കുന്നുണ്ട്. നാളെ ഇവിടുന്ന് ഒരാൾ പോയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചാൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? എന്നിട്ട് പോലും UP-യിലെ മുഖ്യമന്ത്രി പസ്പന്താ മുസ്ലിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് പട്ടികജാതിക്കാരന്റെ ആനുകൂല്യമല്ല കൊടുക്കുന്നത്, പിന്നോക്ക വിഭാഗങ്ങളുടെ ആനുകൂല്യമാണ് അവർക്ക് കൊടുക്കുന്നത്. അത് കേരളത്തിലും കൊടുക്കുന്നുണ്ടല്ലോ, മുസ്ലിം വിഭാഗത്തിന് അത് കിട്ടുന്നുണ്ടല്ലോ, ആ വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ. എല്ലാവർക്കും ആനുകൂല്യമുണ്ട്. അപ്പൊ ഇവർക്ക് പ്രത്യേക ഒരു ഇത് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ പണിപ്പെട്ടൊരു വലിയ സംഭവം, കലാപം ഉണ്ടാക്കുക. ഈ BJP-യുടെ വിരോധത്തിന്റെ പ്രധാന കാരണം ഇതാ. അതായത് BJP സർക്കാർ നിങ്ങൾ താഴെ ഇറക്കണം, എന്നിട്ട് നമ്മുടെ കോൺഗ്രസ് സർക്കാർ വരും. എന്തേ കോൺഗ്രസ് സർക്കാർ 60 കൊല്ലം ഈ രാജ്യം ഭരിച്ചില്ലേ? കേരളത്തിൽ 70 കൊല്ലം ഇടതും വലതും മാറി ഭരിച്ചില്ലേ? നിങ്ങൾക്ക് എന്നിട്ട് അവർ സംവരണം തന്നോ? തരാൻ കഴിയില്ല. അതാണ് അതിന്റെ കാര്യം. കാരണം തരാൻ പറ്റില്ല. ഭരണഘടന അങ്ങനെയാണ്. ആ ഭരണഘടനയെ പൊളിച്ചിടാൻ രാഹുൽ ഗാന്ധിക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ആര് വന്നാലും നടക്കില്ല. പിന്നെ ഈ പാവങ്ങളെ പറ്റിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിനകത്ത് ഉള്ളവർ ചിന്തിക്കേണ്ടതാണ്. അവർക്ക് ആ വിശ്വാസമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പോവുക. പാവപ്പെട്ട SC/ST-കാരന്റെ സംവരണം അടിച്ചു മാറ്റാമെന്ന് കരുതി ഇങ്ങോട്ട് വരരുത്. അത് നടക്കുന്നൊരു കേസല്ല. കാരണം അവർ സംഘടിതമായി തന്നെ ഇത് അവരുടെ സംവരണം അവരുടെ മണിയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല. കാരണം ഒരു സമൂഹത്തിന്റെ ഗോത്രവർഗത്തിന്റെ ആചാരങ്ങൾ പോലും ലംഘിച്ചിട്ടാണ് ഇവർ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും ജാർഖണ്ഡിലടക്കം ഇവർ പോകുന്നത്.